സോ നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് സിഗ്നൽ ക്വറീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സിഗ്നൽസിന്റെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് സിഗ്നൽ ക്വറീസ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ തിയറി പാർട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന വ്യൂ ചൈൽഡ് കാണിക്കാം. വ്യൂ ക്വറീസ് നമുക്ക് ആക്ച്വലി ടെംപ്ലേറ്റിനകത്ത്, അതായത് ഇവിടെ ഡെവിനകത്ത് EL എന്ന് പറഞ്ഞിട്ടൊരു എലമെന്റ് കൊടുത്തിട്ടുണ്ട്. മൈ കമ്പൗണ്ട് എന്ന് പറഞ്ഞ വേറൊരു എലമെന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എലമെന്റ് ഓഫ് എടുത്ത് EL-നെയും അതുപോലെ തന്നെ മൈ വ്യൂ ചൈൽഡ് വെച്ച് മൈ കമ്പോണന്റിനെയും സിഗ്നൽ ക്വറീസ് വെച്ച് റിട്രീവ് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. വ്യൂ ചിൽഡ്രൻ, അത് ഒന്നിൽ കൂടുതൽ ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മോർ ദാൻ 1 ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വ്യൂ ചിൽഡ്രൻ വെച്ചിട്ട് ഒരു സാധനത്തിന് തന്നെ ഒന്നിൽ കൂടുതൽ അക്കറൻസ് വരുന്നതാണ് വ്യൂ ചിൽഡ്രൻ വെച്ചിട്ട് എടുക്കുന്നത്. വ്യൂ ക്വറിക്കകത്ത് വ്യൂ വ്യൂ ചിൽഡ്രനും ക്വറി ഡിക്ലറേഷൻ സിമിലർ സിഗ്നേച്ചർ ആയിരിക്കും. 2 ആർഗ്യുമെന്റ്സ് അക്സെപ്റ്റ് ചെയ്യും. ഒരു ലൊക്കേറ്റർ ഓഫ് ദ ക്വറി ടാർഗറ്റ് either can be string or injectable token, a set of option to adjust the behavior of the given query. പിന്നെ റീഡ് ആസ് എലമെന്റ് റഫ്, അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വ്യൂ ചൈൽഡ് മൈ കമ്പോണന്റ് അല്ലെങ്കിൽ മൈ കമ്പോണന്റ് കൊടുക്കാം, അതല്ലെങ്കിൽ EL അല്ലെങ്കിൽ ഡെഫ് എന്താണോ അവിടെ കൊടുത്ത ടെംപ്ലേറ്റ് റഫിന്റെ വാല്യൂ എന്താണോ അത് ആ വാല്യൂ ഇവിടെ കൊടുത്തിട്ട് റീഡ് ഇറ്റ് ആസ് എലമെന്റ് റഫ് എന്ന് പറഞ്ഞാൽ എലമെന്റ് റെഫറൻസ് നേറ്റീവ് എലമെന്റ് ആയിട്ടായിരിക്കും അതിനെ റീഡ് ചെയ്തെടുക്കുന്നത്. ഇനി വരുന്നത് കണ്ടന്റ് ക്വറീസ് ആണ്. അതിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ആപ്പ് കമ്പോണന്റ് .ts നമുക്ക് ഓൾറെഡി ഒരു ചൈൽഡ് കമ്പോണന്റ് ഉണ്ട്. അപ്പം ലാസ്റ്റ് വീഡിയോസുമായിട്ടൊന്ന് ബന്ധമില്ലെങ്കിൽ കൂടി ലാസ്റ്റ് വീഡിയോസിനകത്ത് വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു ആപ്പ് ചൈൽഡ് ഉണ്ട്, അതിനകത്തൊരു ആപ്പ് ചൈൽഡ് ഉണ്ട്. അതിലൂടെ നമ്മൾ EL വെച്ച് 2 EL ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ EL എന്ന് വെച്ച് 2 ടെംപ്ലേറ്റ് റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. 2 ഡിവിന്, ഒന്ന് ഹലോവും ഒന്ന് hello 2 കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. ആപ്പ് കമ്പോണന്റ് വന്നിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ വ്യൂ ചൈൽഡ് ഓഫ് ചൈൽഡ് കമ്പോണന്റ് കൊടുത്തു. അപ്പം ഇതിനകത്ത് കമ്പ്യൂട്ടറിനകത്ത് തൽക്കാലത്തേക്ക് വ്യൂ ചൈൽഡ് ഓഫ് കമ്പോണന്റ് റഫ് ഡോട്ട് ഏജ് കൊടുത്തിട്ട് ഞാൻ അതിന് ഏജ് റെഫർ എന്ന പേര് ഇടുകയാണ്. ഇവിടെ വന്നിട്ട് കൺസോൾ ലോഗ് ചെയ്യാണ്. ഈ ഒരു 3 ലെറ്റേഴ്സ് ആണ് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അതായത് വ്യൂ ചിൽഡ്രൻ ഓഫ് എലമെന്റ് ഓഫ് EL, വ്യൂ ചിൽഡ്രൻ ഓഫ് എലമെന്റ് ഓഫ് വ്യൂ ചൈൽഡ് 2 is equal to വ്യൂ. അതുപോലെ തന്നെ വ്യൂ ചൈൽഡ് ഓഫ് ചൈൽഡ് എലമെന്റിനകത്ത് നമ്മളിപ്പം ഏജ് റഫ് ഫിസിക്കൽ ഡിസ്റ്റോർട്ട് ഏജ് റഫ് കൊടുത്തു. ഈ വ്യൂ ചിൽഡ്രനകത്ത് ഞാൻ വ്യൂ ചിൽഡ്രൻ ഓഫ് റെഫറൻസ് ഓഫ് 0 ഫസ്റ്റ് എലമെന്റിന് നേറ്റീവ് എലമെന്റ് ഡോട്ട് ഇന്നർ HTML എടുത്ത് കൺസോൾ ലോഗ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അറിയാൻ പറ്റും ചിൽഡ്രൻ എന്ന് പറയുന്നത് ഹലോ വന്നു. സോറി, സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏജ് റെഫർ എന്നുള്ളത് 20 വന്നു. ഇനി നമുക്കിതിനകത്ത് ഞാൻ ചൈൽഡ് കമ്പോണന്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ചൈൽഡ് കമ്പോണന്റിനെ എലമെന്റ് റഫ് ആയിട്ട് എടുക്കാൻ പറ്റും.
അവിടെ നേറ്റീവ് എലമെന്റ് ഡോട്ട് ഇന്നർ HTML നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവിടെ എന്താണോ അവിടെ കൊടുത്തിരിക്കുന്നത്, ഇതിനകത്ത് ആ ഇന്നർ HTML ആണ് വരുന്നത്. ആ നേറ്റീവ് എലമെന്റ് ഡോട്ട് ഇന്നർ HTML, അതായത് നമ്മുടെ ചൈൽഡ് കമ്പോണന്റ് ഡോട്ട് HTML-നകത്ത് നമുക്ക് എന്താണോ വരുന്നത്, ഇതാണ് ചൈൽഡ് കമ്പോണന്റ് ഡോട്ട് HTML. ആ ചൈൽഡ് കമ്പോണന്റ് ഡോട്ട് HTML-നകത്തെ കണ്ടന്റ് തന്നെ നമുക്ക് ഇവിടെയും വരും. CPR വരുന്നുണ്ട്, അതിനകത്ത് വരുന്ന പക്ഷെ അതിനകത്ത് വരുന്ന വാല്യൂസ് എല്ലാം റിസോൾവ് ചെയ്തിട്ടായിരിക്കും വരിക മിഡ് ബാക്ക്. അപ്പൊ ആ ബട്ടൺ അതുപോലെ തന്നെ നമുക്ക് കിട്ടും. വ്യൂ ചൈൽഡും വ്യൂ ചിൽഡ്രനും തമ്മിലുള്ള സ്ലൈറ്റ് ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് സിഗ്നൽ ആയിട്ട് അത് യൂസ് ചെയ്യാം. അതിന്റെ കൂടുതൽ യൂസേജസിന്റെ എക്സാമ്പിൾ ഇപ്പം എന്റെ തലയിൽ വരുന്നില്ല, പക്ഷെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ.